നമ്മുടെ രാജ്യം പുരോഗമിക്കുകയാണെന്നാണ് പറയുന്നത്, ഇല്ലേ? വളരെയധികം പുരോഗമിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും പുരോഗമിച്ചിട്ട് പോലും അന്തസ്സായി വസ്ത്രം ധരിക്കാതെ ആളുകൾക്കിടയിൽ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആളുകൾ വിവസ്ത്രന്മാരായി നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതെവിടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കുംഭമേള എന്ന് പറയുന്നൊരു സ്ഥലത്ത് കുംഭമേള നടക്കുകയാണ്. അവിടെ ആളുകളെല്ലാം ഇങ്ങനെ വിവസ്ത്രന്മാരായി പ്രാകൃതമായ ഏതോ ഒരു പഴയ പൗരാണികമായ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നവരെ പോലെ നമ്മൾ കാണുകയാണ്. ഇന്ത്യ ഒരു ആധുനിക ജനാധിപത്യ രാജ്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ എത്രമാത്രം ആധുനികരാണ്, നമ്മൾ എത്രമാത്രം സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും കൊണ്ടു നടക്കുന്നവരാണ് എന്ന് സംശയം ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ശാസ്ത്രീയ മനോഭാവത്തെ പോലും പരിഹസിക്കുന്ന വിധത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി കൂടിയിരിക്കുകയാണ് കുംഭമേള നടക്കുന്ന സ്ഥലത്തെ ജലത്തിലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സർക്കാരിൻ്റെ തന്നെ ഏജൻസിയാണ് പറഞ്ഞത് കോളിഫോം ബാക്ടീരിയയുടെ അളവ് വളരെയധികം കൂടുതലാണ്. എങ്ങനെയാണ് ഇത്തരം ബാക്ടീരിയയുടെ അളവ് കൂടുന്നത്? എങ്ങനെയാണ്? മലമൂത്രാദികളുടെ സാന്നിധ്യം വളരെയധികം ജലത്തിൽ കൂടുമ്പോൾ തദനുസൃതമായ ബാക്ടീരിയകൾ വെള്ളത്തിൽ കൂടും. അപ്പോൾ ആ കുംഭമേളയ്ക്ക് പോയി വെള്ളത്തിലിറങ്ങി മുങ്ങി നിവരുമ്പോൾ നമുക്ക് ചൊറി പിടിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതായിട്ടുണ്ടോ? ഒരത്ഭുതവും വേണ്ട. രോഗങ്ങൾ മാറാൻ വേണ്ടിയാണ് കുംഭമേളയ്ക്ക് പോകുന്നത്. രോഗവുമായി തിരിച്ചു വരികയാണ്. പിന്നെ വന്ന് സ്കിൻ ഡോക്ടറെ കാണേണ്ട അവസ്ഥയാണ്. കുംഭമേളയ്ക്ക് പോയിട്ട് സ്കിൻ ഡോക്ടറെ കാണേണ്ടി വരും. കാരണം ഈ ബാക്ടീരിയകളെല്ലാം ഉള്ള വെള്ളത്തിലോട്ടാണ് മുങ്ങുന്നത്. അപ്പോൾ നമ്മുടെ യുക്തിചിന്തയെ തന്നെ പരിഹസിക്കുന്ന രീതിയിൽ ഇന്ത്യയെ ഒരു പൗരാണിക ലോകവീക്ഷണത്തിലേക്ക് മടക്കിക്കൊണ്ടു പോവുകയാണ്. നോക്കൂ, ഇത് പറയാൻ കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ചെറിയ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ തുളസിമാല ധരിച്ചത് കൊണ്ട് നിങ്ങളുടെ ദാരിദ്ര്യം മാറുമോ? നിങ്ങൾ രാമനാമം ജപിച്ചത് കൊണ്ട് നിങ്ങളുടെ ദാരിദ്ര്യം മാറുമോ? അസമത്വം മാറുമോ? നിങ്ങളുടെ കടക്കാർ നിങ്ങളെ വെറുതെ വിടുമോ? അംബേദ്കർ ഉന്നയിച്ച ചോദ്യമാണ് കുംഭമേള ഭക്തരോടും ചോദിക്കാനുള്ളത്. കുംഭമേളയിൽ മുങ്ങിയാൽ നിങ്ങളുടെ ദാരിദ്ര്യം മാറുമോ? ഇന്ത്യയിലെ അസമത്വം പരിഹരിക്കപ്പെടുമോ? ഇന്ത്യയിലെ സാമൂഹികമായ വിവേചനം നശിക്കുമോ? ഇന്ത്യയിലെ ജാതിഹിംസകൾ ഇല്ലാതാകുമോ? കുംഭമേള നടക്കുന്ന ജലത്തിൽ മുങ്ങിയാൽ ജാതിഹിംസ ഇല്ലാതാകുമോ? ഇല്ലാതാകില്ല. പിന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് വിഷയത്തിലേക്ക് വീണ്ടും, ആ ക്ഷേത്രപ്രവേശന സംബന്ധിയ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നാൽ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന പല വഴിപാടുകളും ഈ ജാതി ശ്രേണീകൃതത്തെ നിലനിർത്തുന്നതാണ്. അതിലൊന്നാണ് ഏത്? ഈ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി. അത് ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രരെയും ശ്രേണീകൃതമായി സ്ഥാനപ്പെടുത്തുന്നൊരു വ്യവസ്ഥാക്രമമാണ്. ആ മന്ത്രം കൊണ്ടാണ് അർച്ചന ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെ തന്നെ പുകഴ്ത്തുകയാണ്. നോക്കൂ, മറ്റൊന്നാണ് ലളിതാ സഹസ്രനാമം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമത്തിലൊരു വരിയുണ്ട്: വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. വിശ്വഭ്രമണകാരിണി അവിടെ നിൽക്കട്ടെ. വിപ്രപ്രിയ, ബ്രാഹ്മണനോട് കൂടുതൽ ഇഷ്ടമുള്ളവൾ, വിപ്രനോട് കൂടുതൽ സ്നേഹമുള്ളവൾ. വിപ്രരൂപ, ബ്രാഹ്മണന്റെ സ്വരൂപമാർന്നവൾ. ഇത് സന്ധ്യക്കിരുന്ന് ജപിച്ചാൽ നമ്മൾ വിഴുങ്ങുന്ന, നമ്മൾ സ്വാംശീകരിക്കുന്ന ലോകബോധം എന്തായിരിക്കും? ബ്രാഹ്മണ്യമാണ് ശ്രേഷ്ഠമെന്ന് പറയുന്ന സിദ്ധാന്തത്തിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമുക്ക് വിമോചനാത്മകമായൊരു സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ല. വിമോചനാത്മകമായ മനുഷ്യരെ തുല്യരായി കാണുന്ന ഒരു ഈശ്വര പ്രാർത്ഥന പോലും മലയാളികൾക്കില്ല. ഇനി നമ്മൾ എന്നായിരിക്കും ഒരു വിമോചനാത്മകമായ ഇത്തരം പ്രാർത്ഥനകൾ സൃഷ്ടിച്ചെടുക്കുക?
മനുഷ്യരെ ശ്രേണീകൃതമായി സ്ഥാനപ്പെടുത്തുന്ന ഹിംസാത്മക ക്രമമാണ് ഇത്തരം നാമസങ്കല്പങ്ങളിൽ പോലും കുടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. വിഷ്ണു സഹസ്രനാമത്തിൽ ഇതേ വരി തന്നെ ഉണ്ട്. ബ്രാഹ്മണപ്രിയൻ എന്നാണ് വിഷ്ണുവിനെ സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്താറുണ്ട്. ഓം ബ്രാഹ്മണപ്രിയായ നമ, ബ്രാഹ്മണ സ്വരൂപായ നമ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴും നമ്മൾ പുഷ്പാഞ്ജലികൾ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈശ്വരനെ ഈഴവപ്രിയായ നമ എന്ന് പറയാത്ത? എന്തുകൊണ്ടാണ്? ഈഴവ സമുദായ ഈശ്വരന് വേണ്ടേ? ഓം ദളിതപ്രിയായ നമ, ദളിതരോട് ഇഷ്ടമുള്ളവനെ നമിക്കുന്നു. ഇല്ല, ഒരു വരി പോലും ഇല്ല. പുരാണത്തിലും ഇല്ല, മഹാഭാരതത്തിലും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ബ്രാഹ്മണപ്രിയം മാത്രം നമുക്ക് കാണാൻ പറ്റും. ഏത് പുസ്തകം എടുത്തു, ഏത് സഹസ്രനാമം എടുത്തു നോക്കൂ, അതിലെല്ലാം നമ്മൾ ഈ ബ്രാഹ്മണനോട് ഇഷ്ടമുള്ളവളെ, ബ്രാഹ്മണനോട് ഇഷ്ടമുള്ളവനെ, ബ്രാഹ്മണൻ്റെ സ്വരൂപമാർന്നവനെ എന്നുള്ള സ്തുതിവാക്യങ്ങൾ മാത്രമാണ്. അത് എഴുതിയത് ബ്രാഹ്മണരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇന്ത്യയിലെ ദളിതരോ കീഴാളരാക്കപ്പെട്ട സമുദായത്തിൽപ്പെട്ടവരോ ഇത്തരം ഒരു മന്ത്രം എഴുതിയാൽ അതിലെന്ത് മാത്രമേ കാണത്തുള്ളൂ? എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു ദൈവസങ്കല്പം അവിടെ കാണും. അതുകൊണ്ടാണ് പൊയ്കയിൽ അപ്പച്ചൻ ഒരു പാട്ട് എഴുതിയപ്പോൾ അതിൽ സ്നേഹത്തിൻ്റെ പന്തിയെപ്പറ്റിയാണ് പറയുന്നത്. നാരായണ ഗുരുസ്വാമികൾ അരിയുപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ എഴുതി വെച്ചത് സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമെന്നാണ്. ഞാൻ പറഞ്ഞത് ഇന്ത്യയെ, കേരളത്തെ സാഹോദര്യപൂർണമായൊരു സ്ഥലമായി സൃഷ്ടിച്ചെടുത്തത് അവർണജ്ഞാനികളാണ്. ഇന്ത്യയിലെ ബ്രാഹ്മണ്യമല്ല, ഇന്ത്യയെ സാഹോദര്യവും സമത്വമുള്ള ഒരു ലോകമായി സൃഷ്ടിച്ചത് അത് അവർണജ്ഞാനികളാണ്. പൊയ്കയിൽ അപ്പച്ചനും നാരായണ ഗുരുസ്വാമികളും ഡോക്ടർ ബി.ആർ. അംബേദ്കറും മഹാത്മാ ഭൂലെയും ചേർന്നാണ് കേരളത്തെ സാഹോദര്യപൂർണമായ, ഇന്ത്യയെ സാഹോദര്യപൂർണമായ ഒരു സാമൂഹ്യ വീക്ഷണത്തിലേക്ക് നയിക്കാൻ പാകത്തിൽ അടിത്തറ സൃഷ്ടിച്ചത്. ഇന്ത്യൻ ബ്രാഹ്മണ്യമല്ല, രാമായണമോ മഹാഭാരതമോ തന്ത്രസമുച്ചയമോ കുഴിക്കാട്ട് പച്ചയോ അല്ല നമുക്ക് സാഹോദര്യം നൽകിയത്, നമുക്ക് സമത്വം നൽകിയത്. നാരായണ ഗുരുസ്വാമികളും പൊയ്കയിൽ അപ്പച്ചനും ഡോക്ടർ ബി.ആർ. അംബേദ്കറും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ലോകത്തെ സമത്വപൂർണമായൊരു ലോകമാക്കി സൃഷ്ടിച്ചെടുത്തത്. ആ ലോകത്തെ വിവേചനപൂർണമായ ലോകവീക്ഷണങ്ങൾ കൊണ്ട് തല്ലിക്കെടുത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് മുകളിൽ അഖില കേരള തന്ത്രി സമാജം തന്ത്രസമുച്ചയത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. ഭരണഘടനയ്ക്ക് മുകളിൽ പ്രയോഗമഞ്ജരിയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് പ്രയോഗമഞ്ജരിയിൽ പറയുന്നത്? In Prayogamanjari, another authority trust dealing with the subjects prescribe it in it as എന്ന് പറഞ്ഞിട്ട് പ്രയോഗമഞ്ജരി ഉദ്ധരിക്കുന്നുണ്ട് ഈ റിട്ട് പെറ്റീഷനിൽ. ആര്യാവർത്ത സമുദ്ഭവോ വിനയവാൻ വാഗ്മി കുലീനോ യുവ മേധാവി കുശലക്രിയാസു വിഷയശ്രദ്ധ ശുചിർ ധാർമ്മിക പ്രത്യുത്പന്നമതി ശിവാഗമരതോ ദക്ഷസ്തപസ്വി സദാ എന്നാണ് പറയുന്നത്. അതായത് പ്രതിഷ്ഠ ചെയ്യാൻ അധികാരിയായിട്ടുള്ള ആൾ ആര്യാവർത്തത്തിൽ പിറന്ന ആളായിരിക്കണം. എവിടെയാണ് ആര്യാവർത്തം? കേരളം ആര്യാവർത്തത്തിൽ പെടുന്ന സ്ഥലമാണോ? അല്ല, വിന്ധ്യന് വടക്കുള്ള പ്രദേശമാണ് ആര്യാവർത്തം. ആര്യാവർത്തത്തിന് പുറത്തുള്ള സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ ഗോൾവാൾക്കർ പണ്ട് ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ സിദ്ധാന്തം, കേരളത്തിലേക്ക് ബ്രാഹ്മണർ വന്ന് ശൂദ്രരുമായി സംബന്ധം ചെയ്തത് ശുദ്ധരക്തം, ബ്രാഹ്മണ രക്തം ശൂദ്രരിലേക്ക് ഒഴുക്കാൻ വേണ്ടിയാണ് ഈ സംബന്ധം ഉണ്ടായത് എന്നാണ് ഗോൾവാൾക്കർ പറഞ്ഞത്. ബ്രാഹ്മണ രക്തം ഒഴുക്കാനുള്ള നല്ലൊരു വഴിയായിരുന്നു ഈ നമ്പൂതിരി ബ്രാഹ്മണ സംബന്ധം എന്നാണ് ഗോൾവാൾക്കർ പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്കൂ. ഇങ്ങനെ മനുഷ്യരെ പരിഹസിക്കുന്ന, വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥ ഉറപ്പിക്കുന്ന ഒരു ക്രമമാണ് ഈ പ്രയോഗമഞ്ജരിയിൽ നമ്മൾ കാണുക. ഈ വ്യവസ്ഥാക്രമത്തെ തല്ലി തകർത്തുകൊണ്ട് ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ ഒരു മഹാശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. ആ ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ വർണ്ണാശ്രമധർമ്മത്തിനെതിരെയുള്ള പ്രതിരോധമായിരുന്നു. സനാതനധർമ്മത്തെ, ഹിംസാത്മകമായ ചാതുർവർണ്ണനിഷ്ഠമായ സനാതനധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ അരുവിപ്പുറത്ത് മഹാപ്രതിഷ്ഠ നടത്തിയത്. അനുകമ്പയുടെ, കരുണയുടെ, സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത്. അല്ലാതെ ഒരു കേവലമായ പ്രതിഷ്ഠയായിരുന്നില്ല.
അത് അനുകമ്പയുടെ മഹാപ്രതിഷ്ഠയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ 2024 ആരാണ് ഭരണഘടനയ്ക്കെതിരെ പോരാടുന്നത്? ആരാണ് 2024 തന്ത്രസമുച്ചയവുമായി കോടതിയിലേക്ക് പോകുന്നത്? ആരാണ്? ഈ തന്ത്രസമുച്ചയം അനുസരിച്ച് വേണം ക്ഷേത്രത്തിലെ കാര്യം നടക്കാനെന്ന് പറയുന്നത് ആരാണ്? റിട്ട് പെറ്റീഷനുമായി കോടതിയിലേക്ക് പോയവരാണ്. അവരാണ് ജാതി വ്യവസ്ഥ വേണമെന്ന് വാദിക്കുന്നത്. വിപ്രൻ തന്നെ ആയിരിക്കണം പൂജാരി എന്ന് വാദിക്കുന്നവർ ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാഹോദര്യ ജനാധിപത്യത്തെയാണ് വിപ്രകുലീന കൃതസംസ്ക്രിയൗഗഹ എന്ന തന്ത്രസമുച്ചയ ശ്ലോകം പ്രമാണമായി ഉദ്ധരിക്കുന്നവർ വാദിക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷാൽ CV കുഞ്ഞിരാമൻ മഹാനായ പത്രാധിപർ പറഞ്ഞു, ഈ തത്വമസിയുടെ ആഭാസ മതം ഞങ്ങൾക്ക് വേണ്ട. മനുഷ്യരെ നികൃഷ്ടരായി കാണുന്ന ഈ തത്വമസിയുടെ ആഭാസ മതം ഞങ്ങൾക്ക് വേണ്ട എന്ന് CV കുഞ്ഞിരാമൻ പറഞ്ഞു. മനുഷ്യരെ പല പല തട്ടുകളായി തരംതിരിച്ചുകൊണ്ട് ഒരു പന്തിയിലിരുന്ന് ആളുകൾ ഭക്ഷിക്കുന്നത് പോലും ഹീനമായിട്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം കണ്ടിട്ടുള്ളത്. 11-12 നൂറ്റാണ്ടിൽ എഴുതപ്പെടുന്ന ത്രിലോചന ശിവാചാര്യയുടെ പ്രായശ്ചിത്ത സമുച്ചയം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, ഏകപങ്ക്തിരിതി സദാവർജ്യ ഭോജനേ ഭിന്നജാതിഭിഹി ഭുഞ്ചാനോ അജ്ഞാനതോ വിപ്രക്ഷത് ശൂദ്രജാതിഭിഹി ജ്ഞാത്വാ വിരമ്യ മധ്യേ തദാജാന്തോ ബഹുരൂപകം ജപേദ്ദശാച വിംശശ്ച ത്രിംശച്ചൈവ യഥാക്രമം. വ്യത്യസ്ത വർണ്ണങ്ങളിൽപ്പെട്ടവർ ഒരേ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഇത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ ഇരിക്കുന്ന പന്തിയാണെന്ന് മനസ്സിലാക്കി ആ പന്തിയിൽ നിന്ന് എഴുന്നേറ്റ് എത്രയും പെട്ടെന്ന് കഴിച്ചത് തുപ്പിക്കളഞ്ഞ് ആചമിക്കണമെന്നാണ് ത്രിലോചന ശിവാചാര്യർ ഉപദേശിക്കുന്നത്. എത്രമേൽ ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കി ഈ വ്യവസ്ഥ. എന്നിട്ടും നമ്മൾ പറയും ബ്രാഹ്മണ്യം പരമസാത്വിക. സാത്വികതയുടെ ആൾ രൂപമായി നമ്മുടെ മനസ്സിലുള്ളത് ആരാണ്? സാത്വികരായ ആളുകളെപ്പറ്റി സങ്കല്പിക്കാൻ പറഞ്ഞാൽ ഉടൻ തന്നെ ഒരു പൂണൂലിട്ട നമ്പൂതിരിയുടെ മുഖമായിരിക്കും മനുഷ്യ മനസ്സുകളിൽ. വേറൊരു മനുഷ്യനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാവനകളെപ്പോലെ കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ശാങ്കരസ്മൃതിയിൽ പറയും, ശൂദ്രൻ തൻ്റെ ഭൃത്യനാണെന്ന ബ്രാഹ്മണനും താൻ ബ്രാഹ്മണൻ്റെ പരിചാരകനാണെന്ന് ശൂദ്രനും വിചാരിക്കേണ്ടതാകുന്നു എന്നാണ് ശാങ്കരസ്മൃതിയിൽ പറയുന്നത്. ഇതാണ് അടിമത്വം എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ എന്ത് വിചാരിക്കണം? ശൂദ്രൻ തൻ്റെ അടിമയാണെന്ന് ബ്രാഹ്മണൻ വിചാരിക്കണം. ശൂദ്രൻ എന്ത് വിചാരിക്കണം? ഞാൻ ബ്രാഹ്മണൻ്റെ അടിമയാണെന്ന് ശൂദ്രനും വിചാരിക്കണം. ഇതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതത്തെ രാജാവ് രക്ഷിക്കണം. ഏവം വ്രത സദാ രാജ ഗോബ്രാഹ്മണ ഹിതേരതാഹ. പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെ ഹിതത്തെ രാജാവ് രക്ഷിക്കണം. രാജാവിന് വേറെ ഒരു പണിയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. വെറുതെ പറയുന്നതാണ്. ഇന്ത്യയെ കാത്തു രക്ഷിച്ചത് രാജാധികാരമാണ്, ക്ഷത്രിയാധികാരമാണെന്നൊക്കെ പറയും. അവർക്ക് 2 ഡ്യൂട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രാഹ്മണരെ രക്ഷിക്കുക, ബ്രാഹ്മണർക്ക് ആവശ്യമായ പാലും നെയ്യും കൊടുക്കുന്ന പശുവിനെ രക്ഷിക്കുക. അത്രയേ ഉള്ളൂ. വേറെ ഒരു പരിപാടിയും ഉണ്ടായിരുന്നില്ല. പ്രജകളെന്ന് പറയുന്ന സങ്കല്പത്തിൽ ബ്രാഹ്മണരും പശുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഹിന്ദുത്വവാദികൾ പറയുന്നത് ഗോ എന്ന വാക്കിൻ്റെ അർത്ഥം ചരാചരങ്ങളെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകം. ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ ചരാചരങ്ങൾ. നോക്കൂ, സംസ്കൃതത്തിലെ ആധികാരികമായ വേദ നിഘണ്ടു, വൈദിക നിഘണ്ടു എന്ന് പറഞ്ഞാൽ യാസ്കൻ്റെ നിരുക്തമാണ്. അതിൽ ഗോവിന് ചരാചരം എന്ന് പറയുന്നൊരു അർത്ഥമൊന്നും ഇല്ല. അപ്പോൾ പുതിയൊരർത്ഥം കൊടുക്കുക. ഗോ എന്ന് പറഞ്ഞാൽ ചരാചരങ്ങളെന്നാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. നാരായണ ഗുരുസ്വാമികൾ ഇത്തരം സങ്കല്പങ്ങൾ നിരസിച്ചിരുന്നു, തള്ളിക്കളഞ്ഞു അദ്ദേഹം. ഗുരുസ്വാമികൾ എന്താണ് പറഞ്ഞത്? ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. എന്താ ഗുരുദേവൻ പറഞ്ഞത്? ബ്രാഹ്മണാദിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. എന്താണോ ഗുരു പറഞ്ഞത് അതിനെതിരായ സങ്കല്പങ്ങളെ ഇപ്പോൾ വീണ്ടും കൂടുതൽ ഉറപ്പിക്കാനുള്ള
ശ്രമങ്ങൾ നടത്തുന്നു. ഇത് നമ്മൾ വിചാരിക്കും ഇത് കേവലം ഗ്രന്ഥങ്ങളിൽ മാത്രമുള്ള കാര്യമാണ്, ചരിത്രത്തിൽ നിലനിന്നിട്ടില്ലാത്ത ഒന്നാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ക്ഷേത്രപ്രവേശനത്തെപ്പറ്റി അന്ന് ചർച്ച ചെയ്ത അവസരത്തിൽ ഒരു സവർണ പത്രം എഴുതിയത് ഈഴവർക്ക് കൊടുക്കണം, ക്ഷേത്രപ്രവേശനമല്ല ചുട്ട അടി എന്നാണ് അന്നൊരു സവർണ പത്രം എഴുതിയത്. ഈഴവർക്ക് എന്ത് കൊടുക്കണം? ക്ഷേത്രപ്രവേശനമല്ല കൊടുക്കേണ്ട, പിന്നെ എന്താണ്? ചുട്ട അടി. തൃശ്ശിവപേരൂരിൽ, ഇന്നത്തെ തൃശ്ശൂരിൽ കണിമംഗലത്ത് ശാസ്താവിനെ എഴുന്നള്ളിച്ചു പോകുമ്പോൾ തീയർ വഴിമാറിക്കൊടുത്തിരുന്ന ഇല്ല എന്ന കാരണത്താൽ വലിയ രീതിയിലുള്ള അടികലശൽ നടന്നിരുന്നു. ആന എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമല്ലോ, അങ്ങനെ പോകുന്ന സമയത്ത് ആ ഇരുപുറങ്ങളിലും താമസിച്ചിരുന്ന തീയന്മാരെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു എന്ന് 19-ാം നൂറ്റാണ്ടിലെ കേരളം, 20-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന 2 ഗ്രന്ഥങ്ങളിൽ പി ഭാസ്കരൻ ഉണ്ണി എഴുതിയിട്ടുണ്ട്. ഇന്നെന്തുകൊണ്ടാണ് അങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു തീയരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തത്? ഇന്ത്യയിൽ ഭരണഘടന നിലനിൽക്കുന്നു. ഇന്ത്യയിൽ തന്ത്രസമുച്ചയമായിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആളുകളെ മുഴുവൻ അടിച്ചിറക്കിയേനെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ വേർതിരിവും വിവേചനവും ഹിംസയും ഉറപ്പുവരുത്തുന്ന തന്ത്രസമുച്ചയത്തെ ഉറപ്പുവരുത്താനാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം സനാതനിസ്റ്റുകൾ ശ്രമിക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 1915 ഒരു ഗസറ്റ് ഉണ്ടായിരുന്നു ഇരിങ്ങാലക്കുട ക്ഷേത്രത്തെ സംബന്ധിച്ച്. അതിങ്ങനെയാണ്: ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 1090 കർക്കടകം 30 മുതൽ 1091 ധനു 17 വരെ നടത്തിവരുന്ന പഞ്ചസന്ത അടിയന്തര അവസാനിക്കുന്നത് വരെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ 4 പുറയുള്ള ഇടവഴികളിൽ കൂടിയോ ക്ഷേത്രത്തിൻ്റെ തെക്കും പടിഞ്ഞാറുമുള്ള കുളങ്ങൾക്ക് സമീപത്തോടു കൂടിയോ ഹിന്ദുക്കളിൽ തീണ്ടലുള്ളവരോ ഹിന്ദുക്കളല്ലാത്ത മറ്റു ജാതിക്കാരോ ഗതാഗതം ചെയ്യുന്നതായാൽ ക്ഷേത്രത്തിന് അശുദ്ധി ബാധിക്കുന്നതിനും തന്നിമിത്തം സമാധാന ലംഘനത്തിനും ഇടയുള്ളതായി നമുക്ക് കാണപ്പെട്ടിരിക്കയാൽ മേൽപ്പറഞ്ഞ വഴികളിൽ കൂടിയോ സ്ഥലങ്ങളിൽ കൂടിയോ മേൽപ്പറഞ്ഞ ജാതിക്കാർ ഇന്നു മുതൽ ധനു 17 വരെ ഗതാഗതം ചെയ്തു പോകരുതെന്ന് ഇതിനാൽ നാം കൽപ്പിക്കുകയും ഖണ്ഡിതമായി താക്കീതാക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇതായിരുന്നു ഇരിങ്ങാലക്കുടയിലെ അവസ്ഥ. ആ വഴിയിലൂടെ പോലും ഒരു മനുഷ്യർക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല. എന്തിനധികം പറയുന്നു, 1919 ദേശാഭിമാനി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൃപ്പൂണിത്തറ അമ്പലത്തിൻ്റെ അകത്തു വെച്ച് തമ്പുരാട്ടികളെ തൊട്ടത് നിമിത്തം നായന്മാർ കോവിലകത്ത് കടക്കുന്നതിനെ വിരോധിച്ചിരിക്കുന്നതായി കാണുന്നു. അങ്ങനെ വിരോധിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? 1.5 പതിറ്റാണ്ട് മുമ്പ് തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ റവുക്ക ധരിച്ചെത്തിയ നായർ സ്ത്രീകളുടെ റവുക്ക വലിച്ചു കീറിയതും തുടർന്ന് നായർ സ്ത്രീകൾ റവുക്ക ധരിച്ചെത്തരുതെന്ന് രാജർഷി രാമവർമ്മ കൽപ്പിക്കുകയും ചെയ്തു. കൊച്ചിയിൽ നടക്കുന്ന സംഭവമാണ്. തമ്പുരാട്ടികളെ തൊട്ടത് നിമിത്തം ആര് തൊട്ടു? നായർ സ്ത്രീകൾ തൊട്ടു. അതുകൊണ്ട് അവരിനി എന്ത് ചെയ്യരുത്? റവുക്കയും ധരിച്ച് ക്ഷേത്രത്തിലെത്തരുത്. അവർ റവുക്ക ധരിച്ച് ക്ഷേത്രത്തിലെത്തി. രാമവർമ്മ എന്ത് ചെയ്തു? റവുക്ക വലിച്ചു കീറി. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കോട്ടാൻകോട്ട് കൊച്ചിയിൽ മെട്രോ റെയിൽ വന്നപ്പോൾ ഈ രാജർഷി രാമവർമ്മയുടെ പേര് കൊച്ചി മെട്രോയ്ക്ക് ഇടണം എന്ന് ചില ആളുകൾ വാദിച്ചു. നായർ സ്ത്രീകളുടെ റവുക്ക വലിച്ചു കീറിയ മഹാൻ്റെ പേര് ഏതിനിടണം? കൊച്ചി മെട്രോയുടെ ഒരു സ്റ്റേഷൻ ഇടണം എന്ന് വാദിച്ചവരാണ് മലയാളികളെന്ന് മറന്നു പോകരുത്. നായർ സ്ത്രീകളുടെ റവുക്ക വലിച്ചു കീറിയ രാജർഷി രാമവർമ്മയുടെ പേര് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ ഇടണമെന്ന് വാദിച്ചവരാണ് മലയാളികൾ. ഇങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ എല്ലാവരും കൂടെ ഓടി ക്ഷേത്രത്തിനകത്തോട്ട് കയറുകയായിരുന്നോ? അല്ല. സനാതനികൾ പലരും വിളംബരത്തെ എതിർത്തു. തിരുവനന്തപുരത്ത് ചേർന്ന ഒരു വലിയ ബ്രാഹ്മണ പൊതുയോഗം രാജാവിന് പിന്തുണ നൽകി. അതേസമയം കൈമുക്കു വൈദികനും വെളുത്തേടത്ത് തരണനെല്ലൂർ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള യാഥാസ്ഥിതിക നമ്പൂതിരിമാർ ഇരിങ്ങാലക്കുടയിൽ, അതാണ് ഇരിങ്ങാലക്കുട പ്രത്യേകത നമ്മൾ വീണ്ടും അറിയണം, ഇരിങ്ങാലക്കുടയിൽ കിഴക്കേ മനക്കാട് രാമൻ നമ്പൂതിരിയുടെ പാടിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ എതിർത്തു. അയിത്തക്കാർ പ്രവേശിച്ച ക്ഷേത്രത്തിലെ പൂജാരിമാരെ ഭ്രഷ്ടരാക്കുവാൻ ഈ യോഗം തീരുമാനിച്ചു.
അയിത്തജാതിക്കാർക്ക് പ്രവേശനം നൽകിയ തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവരെ അശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചി രാജാവ് 19/4/1937 വിളംബരം പുറപ്പെടുവിച്ചു. എത്ര ഹിംസാത്മകമാണ് ഈ വ്യവസ്ഥാക്രമം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് 30കളിൽ ഉണ്ടാകുന്ന ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിൽ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഒരംഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളെ 4 അംഗങ്ങളിൽ നിന്ന് ഈശ്വരൻ സൃഷ്ടിച്ചു. അവർക്കോരോ ധർമ്മങ്ങളും നിശ്ചയിച്ചു. അവരിൽ നിന്ന് ബാഹ്യന്മാരായി ചില ജാതിക്കാർ കർമ്മദോഷം കൊണ്ടും പ്രതിലോമ സങ്കരം കൊണ്ടും ഉണ്ടായി വന്നു. അവരെയെല്ലാം ദസ്യുക്കളെന്ന് വേദങ്ങളിൽ പറയുന്നു. നോക്കൂ, പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ എഴുതി പിടിപ്പിച്ചതാണ്. മനുഷ്യരെയെല്ലാം അയിത്തജാതിക്കാരായി കാണുന്ന ഒരു വ്യവസ്ഥാക്രമം തീണ്ടലെന്ന് പറയുന്നതും ശാസ്ത്രത്തിനും സദാചാരത്തിനും അനുസരിച്ചുള്ളതാണ്. പുന്നശ്ശേരി നമ്പി എഴുതുകയാണ്, തീണ്ടലെന്ന് പറയുന്നത് ശാസ്ത്രത്തിനും സദാചാരത്തിനും അനുസരിച്ചുള്ളതാണ്. അത് ചില ജാതിക്കാർ അടുത്തു വന്നാൽ ചില ജാതിക്കാർ കുളിക്കയും മറ്റും വേണമെന്നുള്ളതാകുന്നു. അത് ശ്രൗതാഗ്നിക്കും സ്മാർത്താഗ്നിക്കും ക്ഷേത്രങ്ങളിലുള്ള ബിംബങ്ങൾക്കും ചാതുർവർണ്ണ്യത്തിനും സംബന്ധിക്കുന്നതാകുന്നു. ആ തീണ്ടൽ നിമിത്തമാണ് അവർണർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ എഴുതി. ഇങ്ങനെ 1930കളിൽ ക്ഷേത്രപ്രവേശനത്തിന് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ ബാലരാമവർമ്മ നിയോഗിച്ചപ്പോൾ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ തല്ലിക്കെടുത്തുന്ന വിധം അവർണരെ ഏറ്റവും നികൃഷ്ടരായി സ്ഥാനപ്പെടുത്തുന്ന പ്രമാണവചനങ്ങൾ എഴുതുകയാണ് പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ചെയ്തത്. ഇങ്ങനെയാണ് ജാതിയെ നിലനിർത്തുന്ന ഹിംസാക്രമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ പേർത്തും ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായി വന്ന ഒന്നല്ലെന്നും ഇന്ത്യയിലെ കേരളത്തിലെ അവർണരാക്കപ്പെട്ട കീഴാളരാക്കപ്പെട്ട മനുഷ്യർ ധാരാളം പോരാട്ടം നടത്തിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. ഏതെങ്കിലും ബ്രാഹ്മണരോ ക്ഷത്രിയരോ ഇന്ത്യയിലെ മറ്റു മനുഷ്യരുടെ കൈകളിലേക്ക് വെച്ച് തന്നതല്ല എന്ത് ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം. എന്തുകൊണ്ടാണ് ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നിരവധി സമരങ്ങൾ നടത്തിയത്? കാരണം ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന സങ്കല്പങ്ങൾ മനുഷ്യരെ തുല്യരായി കാണുന്നില്ല. ആത്മാഭിമാനമുള്ള മനുഷ്യരായി ക്ഷേത്രങ്ങൾ എല്ലാവരെയും കാണുന്നില്ല. ക്ഷേത്രസങ്കല്പം അടിസ്ഥാനപരമായി വിവേചനത്തിൽ നിലീനമാണ്. ക്ഷേത്രസങ്കല്പം, ക്ഷേത്രവ്യവസ്ഥ ബ്രാഹ്മണനെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുകയും ശൂദ്രന് താഴെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും ഏറ്റവും നികൃഷ്ടരായി സ്ഥാനപ്പെടുത്തി പുഴുക്കളേക്കാൾ കഷ്ടമായി കാണുകയും ചെയ്യുന്ന വ്യവസ്ഥാക്രമമാണ് ക്ഷേത്ര ബ്രാഹ്മണ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ക്ഷേത്ര ബ്രാഹ്മണ്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ 1888 മഹാശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. ഈ വ്യവസ്ഥാക്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പനും ടി.കെ. മാധവനും വൈക്കത്ത് ക്ഷേത്ര റോഡുകളിലൂടെ നടന്നത്. ഗുരുസ്വാമികൾ പറഞ്ഞു, എവിടെ നിങ്ങൾ കടക്കാൻ പാടില്ലെന്ന് പറയുന്നുവോ അവിടെ കടക്കണം. പാൽപ്പായസം വെച്ചാൽ ചെന്ന് കോരി കുടിക്കണം. അയിത്തം കാണിക്കാൻ ആരെയും അനുവദിക്കരുത് എന്ന് നാരായണ ഗുരുസ്വാമികൾ ഉദ്ബോധിപ്പിച്ചു. പക്ഷേ ഈ ക്ഷേത്രപ്രവേശന സമരത്തെ നമ്മൾ കാര്യമായി ഓർമ്മിക്കേണ്ടതുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തെ നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ടതുണ്ട്. വൈക്കം സത്യാഗ്രഹത്തെ ഓർക്കേണ്ടതുണ്ട്. തിരുവാർപ്പിൽ നടന്ന സമരത്തെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെയുള്ള വഴികളിലൂടെ പോലും ആർക്കും നടക്കുവാൻ കഴിയുമായിരുന്നില്ല? നമ്മൾ പത്മനാഭൻ്റെ മണ്ണെന്നാണ് പറയുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് അയ്യങ്കാളിയുടെ മണ്ണെന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികളുടെ മണ്ണാണിതെന്ന് പറയാത്തത്?
ഇപ്പോഴും പൂണൂലിട്ട ദൈവങ്ങളുടെ പേരിലാണ് ഈ മണ്ണറിയപ്പെടുന്നത്. മറിച്ച് ഇത് മഹാത്മാ അയ്യങ്കാളിയുടെയും നാരായണ ഗുരുസ്വാമികളുടെയും മണ്ണാണ് എന്ന് പറയുവാൻ മലയാളി ഇപ്പോഴും മടിക്കുകയാണ്. തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ് നാരായണ ഗുരുസ്വാമികൾ ജനിച്ചത്. എന്നിട്ടും ഇത് നാരായണ ഗുരുസ്വാമികളുടെ മണ്ണാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നില്ല. വില്ലുവണ്ടി വായിച്ചുകൊണ്ട് മലയാളികൾക്ക് പൊതുപാത സൃഷ്ടിച്ചത്, പൊതുമണ്ഡലം സൃഷ്ടിച്ചത് മഹാത്മാ അയ്യങ്കാളിയാണ്. പക്ഷേ നമുക്ക് ഇത് അയ്യങ്കാളിയുടെ മണ്ണാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. സർക്കാർ ശമ്പളത്തെ ഇപ്പോഴും പത്മനാഭൻ്റെ ചക്രമായ ആളുകൾ വിലയിരുത്തുന്നു എന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ നാടുവാഴിത്തത്തിൻ്റെ ഹിംസാത്മകത നമ്മൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. തമ്പുരാട്ടിമാരെ എഴുന്നള്ളിക്കുന്നു. പൊങ്കാലവേദികളിൽ അവർ നടക്കുന്നത് അനുഭൂതിദായകമാണെന്ന് നമ്മൾ കരുതുന്നു. എത്രമാത്രം ലജ്ജാവിഹീനരാണ് മലയാളികളെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ തുല്യത അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം തമ്പുരാട്ടിമാരെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് നമ്മൾ നടക്കുമോ? ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ്. അപ്പോൾ ക്ഷേത്രപ്രവേശന സമരം എന്ന് പറയുന്നത് തുല്യതയ്ക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു, സാഹോദര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. ആ സാഹോദര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നാരായണ ഗുരുസ്വാമികളുടെ നേതൃത്വത്തിൽ നിരവധി ക്ഷേത്രപ്രതിഷ്ഠകൾ നടന്നത്. അദ്ദേഹം മനുഷ്യരെ ആത്മാഭിമാനമുള്ള മനുഷ്യരായി ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ ഉയർത്തിയെടുക്കാൻ ശ്രമിച്ചു. ശിവനെ വാഴ്ത്തുന്ന ഇങ്ങനാണ് ഗുരു: പുതുമാങ്കനിപൂ തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയേ രസമേ വിധി മാധവരാതി തിരഞ്ഞിടുമൻ പതിയെ പദപങ്കജമേ ഗതിയെ. ഈശ്വരനെ സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ്: പുതുമാങ്കനിപൂ തമൃതേ, പുതുതായി പൂത്തുവന്ന മാമ്പഴം പോലെയാണ് തനിക്ക് ഈശ്വരൻ. പുതുമാങ്കനിപൂ തമൃതേ ഗുളമേ, ശർക്കരയാണ് ഈശ്വരൻ. മധുവേ, തേനാണ്. മധുരക്കനിയെ രസമേ, മധുരക്കനിയാണ്, നല്ല മധുരമുള്ള പഴം പോലെയാണ് ഈശ്വരൻ. രസമേ എന്ന് ഈശ്വരനെ ഭൗതികമായ മനുഷ്യർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിമോചനാത്മകമായ സങ്കല്പമായി ദൈവസങ്കല്പങ്ങളെ ഗുരുഭാവന ചെയ്തു. അതുവരെ മനുഷ്യർക്ക് തൊടാൻ കഴിയാത്ത ഒന്നായി ദൈവസങ്കല്പങ്ങൾ ശ്രീകോവിലിനുള്ളിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ എന്ന് പറഞ്ഞ് നമ്മളുടെ കൈകളിൽ പിടിക്കുന്ന, നമ്മുടെ കൈകളിൽ സ്പർശിക്കുന്ന അനുഭൂതിദായകമായ അയിത്തത്തെ വെടിയുന്ന ഒന്നായി ഗുരു ദൈവദശകത്തിൽ ദൈവത്തെ ഭാവനപ്പെടുത്തി. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന ഒന്നായി ദൈവത്തെ ഗുരു ഭാവനപ്പെടുത്തി. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ സുഖം തരുന്ന ഒന്നായി ദൈവത്തെ വിമോചനാത്മകമായി ഗുരുഭാവനപ്പെടുത്തി. എന്നാൽ ബ്രാഹ്മണ്യത്തിൻ്റെ അമ്മുമ്മ കഥകൾ ഈ ജന്മത്തിൽ ജാതിഹിംസകൾ അനുഭവിച്ചുകൊണ്ട് വാഴുവാൻ, ജാതിഹിംസകൾ അനുഭവിച്ചുകൊണ്ട് കഴിയുവാൻ ഇന്ത്യൻ ബ്രാഹ്മണ്യവും ഇന്ത്യൻ അമ്മുമ്മ കഥകളും പ്രേരിപ്പിക്കുമ്പോൾ നാരായണ ഗുരുസ്വാമികൾ ദൈവദശകത്തിലൂടെ ലൗകികമായ സുഖാനുഭൂതികൾ പ്രദാനം ചെയ്യുന്ന ഒന്നായി ദൈവത്തെ ഭാവന ചെയ്തു. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് ഗുരു പ്രാർത്ഥിച്ചു. അല്ലാതെ ഏതെങ്കിലും ജന്മത്തിൽ, അടുത്ത ജന്മത്തിൽ കിട്ടാൻ പോകുന്ന സ്വർഗമല്ല, ഈ ജന്മത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കേണ്ട സുഖവും സന്തോഷവും സമാധാനവുമാണ് പ്രധാനം എന്ന് ഗുരു ഈശ്വരനെ പറ്റി സങ്കല്പിച്ചുകൊണ്ട് ഭാവനപ്പെടുത്തി. അർദ്ധനാരീശ്വര സ്തവത്തിൽ തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള വേനൽക്കാലം വന്നപ്പോൾ അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയേ എന്ന് അർദ്ധനാരീശ്വര സ്തവത്തിൽ ഗുരു ശിവനെ പറ്റി പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അവർണ ജനതയുടെ ദുഃഖങ്ങൾ പരിഹരിക്കുന്ന ഒന്നായി ദൈവത്തെ ഭാവനപ്പെടുത്തുകയും ആ ദൈവസങ്കല്പനങ്ങൾ ജാതി വിവേചനത്തിനെതിരായ ഒന്നായി ദൈവസങ്കല്പത്തെ ഗുരു മാറ്റിയെടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അതുവരെ നിലനിന്നിരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ തത്വസംഹിതകളിൽ, തത്വസിദ്ധാന്തങ്ങളിൽ, സങ്കല്പങ്ങളിൽ, പ്രതിഷ്ഠാദി സങ്കല്പങ്ങളിലൊക്കെ തന്നെ അസമത്വത്തെ ഉറപ്പിക്കുന്ന, വിവേചനത്തെ ഉറപ്പിക്കുന്ന ഒന്നായിട്ടുള്ള മൂല്യങ്ങളായിരുന്നു പ്രധാനമെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി
മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്കും സാഹോദര്യത്തിലേക്കും നടത്തുന്ന പുതിയ മൂല്യവ്യവസ്ഥ ഗുരുസ്വാമികൾ സൃഷ്ടിച്ചു. ആ മൂല്യവ്യവസ്ഥയുടെ ഉദാഹരണമാണ് സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന സങ്കല്പം. ഈ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം സൃഷ്ടിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനമുണ്ടാവുകയുള്ളൂ. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു, നീതിയില്ലെങ്കിൽ ലോകത്തിന് സമാധാനമുണ്ടാവില്ല. നീതിയില്ലെങ്കിൽ ലോകത്തിന് സമാധാനമുണ്ടാവില്ല. അതുകൊണ്ട് നീതിക്ക് വേണ്ടിയാണ് നാരായണ ഗുരുസ്വാമികൾ പോരാടി അരുവിപ്പുറത്ത് മഹാപ്രതിഷ്ഠ നടത്തിയത്. നീതിക്ക് വേണ്ടി. കാരണം അതുവരെ മനുഷ്യരെ ഏറ്റവും നികൃഷ്ടരായി കാണുമ്പോൾ, മനുഷ്യ ശരീരങ്ങളെ നികൃഷ്ടമായി ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്ഥാനപ്പെടുത്തുമ്പോൾ ഗുരു പറഞ്ഞു, നാം ശരീരമല്ല അറിവാകുന്നു. ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇന്ത്യൻ ബ്രാഹ്മണ്യം മനുഷ്യരെ 4 തരംതിരിക്കുകയും ബ്രാഹ്മണന്റെ ശരീരം ഏറ്റവും പുണ്യകരമാണെന്ന് ഇന്ത്യൻ ബ്രാഹ്മണ്യം പറയുമ്പോൾ ഗുരു പറഞ്ഞു, നാം ശരീരമല്ല അറിവാകുന്നു. അതുകൊണ്ട് അറിവതിനിങ്ങനെ ആർക്കുമോതിടേണം. അറിവിനെ എന്തു ചെയ്യണം? ആർക്കുമോതിടേണം. അറിവതിനിങ്ങനെ ആർക്കുമോതിടേണം. ശങ്കരാചാര്യർ എന്താണ് പറഞ്ഞത്? ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദ അനധികാരാത്. ശൂദ്രൻ ഏകജാതിയായതിനാൽ വേദത്തിന് അധികാരമില്ല എന്ന് ശങ്കരൻ പറയുമ്പോൾ ഗുരു എന്താണ് പറയുന്നത്? അറിവതിനിങ്ങനെ ആർക്കും ഓതിടേണം. അറിവിനെ ആർക്കും പറഞ്ഞു കൊടുക്കണം, അറിവാർക്കും പകർന്നു കൊടുക്കണമെന്ന് പറയുന്ന വിമോചനാത്മകമായ അറിവിൻ്റെ തുറവിയെ കാരുണ്യമായി ഗുരു അവതരിപ്പിച്ചു. അറിവ് കാരുണ്യമാണ് എന്ന് ഗുരു സ്ഥാനപ്പെടുത്തി. അങ്ങനെ നോക്കിയാൽ അരുവിപ്പുറത്ത് നടന്ന പ്രതിഷ്ഠ കാരുണ്യത്തിൻ്റെ അറിവിൻ്റെ പ്രതിഷ്ഠയായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ ചുരുക്കുകയാണ്. ക്ഷേത്രപ്രവേശനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് സമത്വത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. പക്ഷേ ആ പോരാട്ടം 2025 എത്തുമ്പോൾ നാം പുനഃപരിശോധിക്കേണ്ട ഒരുപാടിടങ്ങൾ അതിൽ അവശേഷിക്കുന്നുണ്ട്. ഗുരുവായൂരിലും അതുപോലെ തന്നെ ശബരിമലയിലും ഒക്കെ തന്നെ വിവേചനങ്ങൾ നിലനിൽക്കുന്നു. ക്ഷേത്രങ്ങളിൽ പൂണൂലിട്ട വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ പൂണൂലിട്ട ബ്രാഹ്മണർ തന്നെ പൂജിക്കുന്നു. അവിടെ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവർക്ക് പൂജിക്കാൻ കഴിയുന്നില്ല. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരിയിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തം രചിക്കുന്നു. നോക്കൂ, കേരളത്തിൽ അങ്ങനെയാണ്. എന്നാണ് ഷർട്ടുണ്ടായത്? തന്ത്രഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഷർട്ടിനെ പറ്റി പരാമർശമുണ്ടോ? തന്ത്രഗ്രന്ഥങ്ങളിൽ എവിടെയും ഷർട്ടില്ല. കാരണം ഷർട്ട് കണ്ടുപിടിച്ചിട്ട് വേണ്ടേ തന്ത്രഗ്രന്ഥത്തിൽ ഷർട്ടിനെ പറ്റി പറയാൻ. പിന്നെ ഈ ആചാരം എങ്ങനെ ഉണ്ടായി? ഇങ്ങനെ ധാരാളം ആചാരങ്ങൾ പുതുതായി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാഗവത സപ്താഹയജ്ഞ വേദികളിൽ ഇപ്പോൾ ഉണ്ണിയൂട്ടെന്ന് പറയുന്ന ആചാരം നടക്കുന്നുണ്ട്. ഉണ്ണിയൂട്ട് പണ്ട് ഇന്ത്യയിലെ അവർണർ, കേരളത്തിലെ അവർണർ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ടാണോ ഉണ്ണിയൂട്ട് നടത്തുകൊണ്ടിരുന്നത്? ആണോ? ക്ഷേത്രത്തിൽ ആർക്കും കയറാൻ പോലും കഴിയുമായിരുന്നില്ല. പിന്നെ എന്ത് ഉണ്ണിയൂട്ട്? ഇപ്പം ചോറൂണെന്ന് പറയുന്ന ചടങ്ങ് ക്ഷേത്രത്തിലേക്ക് മാറി. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ചരിത്രം എന്താണ്? ക്ഷേത്രത്തിലേക്ക് കയറാൻ അവകാശമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. വിവാഹം ഇന്ന് ക്ഷേത്രങ്ങളിൽ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ വിവാഹം നടക്കാൻ പറ്റുന്നത്? ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. തന്ത്രസമുച്ചയമാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി വിവാഹമെന്നല്ല വി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ക്ഷേത്രവ്യവസ്ഥ, ക്ഷേത്രബ്രാഹ്മണ്യ വ്യവസ്ഥ ഹീനമായ വ്യവസ്ഥാക്രമം സൃഷ്ടിച്ച് മനുഷ്യരെ പുറന്തള്ളുന്ന ഒരു ഹിംസാത്മകത സൃഷ്ടിച്ചപ്പോൾ നാരായണ ഗുരുസ്വാമികളുടെ നേതൃത്വത്തിൽ ഈ ഹിംസാത്മകതയെ മറികടക്കുന്ന രീതിയിൽ സാഹോദര്യത്തിൻ്റെ മഹാമൂല്യങ്ങൾ നെയ്യാറിൽ നിന്ന് കടഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പുതിയ കാലത്ത് നമ്മുടെ മുമ്പിലുള്ളത് നാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും നടത്തിയ പോരാട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുണ്ട്. നമ്മൾ ആ ബാധ്യത ഏറ്റെടുക്കാത്ത സ്ഥലങ്ങളിൽ വർഗീയത അരിച്ചിറങ്ങും. അവിടെ ബ്രാഹ്മണ്യത്തിൻ്റെ അമ്മുമ്മ കഥകൾ കൂടുതൽ കൂടുതൽ പ്രചരിക്കപ്പെടും. അതിനെ തടയാൻ കഴിയണമെങ്കിൽ നമ്മൾ ചരിത്രത്തെ പുനർവായിക്കുകയും ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കുകയും
ചെയ്യേണ്ടിയിരിക്കുന്നു. ഫ്രെഡറിക് ജെയിംസൺ സൂചിപ്പിച്ചതുപോലെ ആപത്തിൻ്റെ നിമിഷത്തിൽ എത്തിപ്പിടിക്കുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ വലിയ രീതിയിലുള്ള വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ചരിത്രത്തെ പുനഃസന്ദർശനം ചെയ്തുകൊണ്ട് സമകാലിക ലോകത്തെ പരിശോധിക്കുകയും മലയാളി അവരവരെ തന്നെ പരിശോധിക്കുകയും അവരവരുടെ വീട്ടകങ്ങൾ പരിശോധിക്കുകയും അവരവരെ തന്നെ പരിഷ്കരിച്ചുകൊണ്ട് സ്വയം പരിഷ്കരിച്ചുകൊണ്ട് ജനാധിപത്യ പൗര ശരീരങ്ങളായി നമുക്കെങ്ങനെ മാറാൻ കഴിയും എന്ന ആലോചനകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മുമ്പേ പോയ മഹാമനീഷികളെ അനുസ്മരിക്കുവാൻ, നന്ദിപൂർവ്വം ഓർക്കുവാൻ കഴിയുക. അത്തരത്തിൽ സഖാവ് കെ വി വാസുദേവൻ്റെ ഓർമ്മകൾ വീണ്ടും നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ ഇപ്പോഴും യാഥാസ്ഥിതികന്മാരായിരിക്കുന്നത്, ആ പാരമ്പര്യ മൂല്യങ്ങളെയും യാഥാസ്ഥിതികത്വത്തെയും കൈയഴിയുവാനുള്ള ഓർമ്മകളായി സഖാവ് കെ വി വാസുദേവൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും നമുക്ക് ശക്തിയായിരിക്കട്ടെ, പ്രചോദനമായിരിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരമൊരു പരിപാടിയിലേക്ക് സഖാവ് കെ വി വാസുദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തുവാൻ എന്നെ ക്ഷണിച്ചതിൽ സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ചരിത്രപരമായൊരു ദിവസമാണ്. ഈ ദിവസം എന്ന് പറയുന്നത് നാരായണ ഗുരുസ്വാമികൾ അരുവിപ്പുറത്ത് മഹാപ്രതിഷ്ഠ നടത്തിയ ഒരു സന്ദർഭത്തിൽ തന്നെ ക്ഷേത്രപ്രവേശനത്തിൻ്റെ ചരിത്രത്തെപ്പറ്റിയും വർത്തമാനത്തെപ്പറ്റിയും ഓർക്കുക എന്നത് കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.